ആർച്ച് ബിഷപ്പ് ഔദ്യോഗിക സന്ദർശനത്തിനിടയിൽ 2024 മെയ് 15-ാം തീയതി പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോളിനും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രീഫെക്ട് കർദിനാൾ ക്ലൗദിയോ ഗുജറാത്തിയും പ്രസ്തുത കാര്യാലയത്തിലെ ആർച്ച് ബിഷപ്പ് സെക്രട്ടറിയുമായ അതിരൂപതയുടെ ബന്ധുവിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സെറിൽ വാസൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരും പങ്കെടുത്ത യോഗം പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ ചേരുകയുണ്ടായി. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധി വിശകലനം ചെയ്യുന്നത് സഭയുടെ ഉന്നത അധികാരികൾ ഈ യോഗത്തിൽ എടുത്ത വ്യക്തമായ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. സിറോ മലബാർ സഭയുടെ പരിശുദ്ധ പിതാവിന്റെയും മെത്രാൻസിന്റെയും മാർഗനിർദ്ദേശങ്ങൾ ബോധപൂർവ്വം ധിക്കരിക്കുന്നത് ശിശ്മയിലേക്ക് വഴി തുറക്കുന്നതിനും അതുവഴി കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്നും ബഹിഷ്കരിക്കപ്പെടുന്നതിനും ഇടവരുത്തും. ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്നും ഏതാനും വൈദ്യുരാത്മായിരുന്നു സ്വീകരിച്ച സഭാപരമല്ലാത്തതും യുക്തിരഹിതവുമായ കൺപിടുത്തവും ഒരിക്കലും അംഗീകരിക്കാനാവാത്ത സമരമുറകളും ദുഷ്പ്രചരണങ്ങളുമാണ് ഈ വിഷയത്തെ ഇത്രമാത്രം സങ്കീർണമാക്കിയത്. സഭാ സംവിധാനത്തെയും അതിരൂപതയുടെ മഹിതമായ പാരമ്പര്യവും പിഞ്ചെന്ന് അധികാരികൾ അനുസരിച്ച് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ വിശ്വസ്ത സഹോദരങ്ങളായി എന്ന് തുടരുവാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കേവലം മാനുഷികമായ ചിന്തയും യുക്തിയും മാറ്റിക്കുറിച്ച് ഈശോമിശിഹായുടെ തിരുഹൃദയങ്ങൾ അഭയം തൊടുവാനും തിരുഹൃദയ ചൈന്യത്തിൽ ജീവിക്കുവാനും നിങ്ങളെ ദൈവം ഇടവരുത്തട്ടെ എന്ന് റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭാ മേജർ ആർച്ച് സഭയില് നിങ്ങൾക്ക് ഇതിനെ എതിർക്കുന്ന ആളുകളും നമ്മളോടൊപ്പം യാത്ര ചെയ്യേണ്ടവരാണ്. എതിർക്കുന്ന ആളുകളും അവർക്ക് വേണ്ടി കൂടിയാണ്. അവർ ഈ കത്തോലിക്ക സഭയുടെ ഭാഗമായി നിലനിന്ന് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ കാത്തലിക് നസ്രാണി അസോസിയേഷൻ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കിയത്. പ്രിയരെ, ഇത് ഈ വിശ്വാസികളല്ല, ഇവര് തെറ്റിദ്ധരിക്കപ്പെട്ട ജനമാണ്. ആ തെറ്റിദ്ധരിക്കപ്പെട്ട ജനം ആ തെറ്റിദ്ധാരണ തിരുത്തി സഭയോടൊപ്പം യാത്ര ചെയ്യണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്.